السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, സർവേശ്വരനും സർവശക്തനും സർവാധിപനും സർവോപരി സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ മാനവ സമൂഹത്തിനു മാർഗദർശനമായി ഒരുപാട് ആയത്തുകളും ഒരുപാട് സൂറത്തുകളും അവതരിച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മാലോകർക്ക് മുഴുവനും വിസ്ഫോടനം സൃഷ്ടിക്കുന്ന വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിലൂടെ മാനവ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു ഫഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ ഭൂമിയുടെ തൊലിക്ക് മുകളിലൂടെ സർവമാന തോന്നിയതുപോലെ നടക്കുന്ന മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. ഭൂമി കിടുകിടാന്ന് കിടുങ്ങുന്നൊരു ദിവസം വരാനുണ്ട് മോനെ. ഭൂമി കിടുകിടാന്ന് കിടുങ്ങുന്നൊരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് മോനെ നീ നല്ലതുപോലെ ജീവിച്ചുകൊള്ളണോ. അത് സമൂഹത്തെ സമുദായത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പിന്നീട് പറഞ്ഞത്, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ. അല്ലാഹുവിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ, അവൻ്റെ മലക്കുകൾ വരിയായി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലാഹുവിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ മലക്കുകൾ ഇങ്ങനെ വരിയായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിനെ പറ്റിയാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു ഫഅന്നാ ലഹു ദിക്റാ. അല്ലാഹുവിൻ്റെ കഠിനകഠോരമായ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാ. അല്ലാഹുവിൻ്റെ കഠിനകഠോരമായ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാ. എങ്ങനെയാ നരകം കടന്നു വരുന്നതെന്നറിയുമോ? 70,000 ചങ്ങലകളിലായിട്ട് നരക വലിച്ചു കൊണ്ടുവരികയാ. ഓരോ ചങ്ങലകളിലും അല്ലാഹുവിന്റെ 70,000 മാലാഖമാരുണ്ടെന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭൂമിയുടെ തൊലിക്ക് മുകളിലൂടെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഞാനും നിങ്ങളുമെന്ന് മനസ്സിലാക്കണ്ടേ. അല്ലാഹുവിന്റെ കഠിനകഠോരമായ നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ നമുക്ക് വിജയിക്കണമല്ലോ. എങ്ങനെയാ വിജയിക്കാൻ കഴിയുക? അൽഅമാലു സ്വാലിഹാ. നിസ്കരിച്ചോ മോനെ, നോമ്പെടുത്തോ മോനെ, സകാത്ത് കൊടുത്തോ മോനെ, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ. നിനക്ക് ഈ ദുനിയാവിന്റെ സുഖങ്ങൾ ഓർത്തുകൊണ്ട് നീ ജീവിക്കുന്നതിനു പകരം ആഖിറത്തിൽ വിജയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കണേ. യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ, മിസ്കീന്മാരെ സഹായിക്കണേ. അങ്ങനെ എല്ലാ നല്ല സ്വഭാവങ്ങളും നിനക്കുണ്ടെങ്കിൽ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് ആ ഭയാനകരമായ ദിവസം നിനക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോ ആ സമയത്ത് മനുഷ്യൻ ആലോചിക്കുകയാണ്. മനുഷ്യൻ പറയുന്നു, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിരുന്നുവെങ്കിൽ, ഈ ജീവിതമുണ്ടല്ലോ ആഖിറ ജീവിതം, ഈ ആഖിറ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്ക് ദുനിയാവിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യന് പ്രത്യാശ
പ്രകാശിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മോനെ. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നീ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മാനവ സമൂഹത്തിനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറയുമ്പോ ഇത് എനിക്കും നിങ്ങൾക്കും പാഠമാ. ഈ വർത്തമാനകാലത്ത് എന്തെല്ലാം തോന്നിവാസങ്ങളാ നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് മോനെ നന്നായി ജീവിക്കാൻ തുടങ്ങിക്കോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹക്കുകൊണ്ട് ജാഉകൊണ്ട് ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ സംശുദ്ധമാക്കി തരണേ അല്ലാ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.